കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് അഷ്ടമുടി കായലിലെ സാമ്പ്രാണിക്കോടി. നമ്മൾ ഈ നിൽക്കുന്ന കായൽ പരപ്പിൽ നിന്നും ഏകദേശം എത്ര ദൂരം ഉണ്ടാവും? ഉള്ളൂ. പക്ഷെ അവിടെയാണ് ഈ ഇത്രയും ടൂറിസ്റ്റുകൾ വന്ന് നിറയുന്നത്. അതൊരു പ്രശസ്തിയും ആ ടൂറിസത്തിൻ്റെ പ്രശസ്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഐലൻഡ്. അഷ്ടമുടി കായലിലെ ഈ എന്താ ഐലൻഡിൻ്റെ പേര്? സെൻറ്റ് സെബാസ്റ്റ്യൻ ഐലൻഡ്. ഏതാണ്ട് 20 വീടുകളുണ്ട്. ഈ വീടുകളിൽ ആളുകളുണ്ട്, കറണ്ടുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ തുരുത്ത് അതിമനോഹരമായി ഇവിടെ ഇറങ്ങി നിൽക്കാം. ഇതാണ്ടല്ലേ ഈ വള്ളം തന്നെ. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന വള്ളം അങ്ങനെ ഉണ്ടോ ഉറച്ചിരിക്കുക. ഇതാണ്ട് ആ വള്ളക്കാരൻ ഇറങ്ങുക ഉണ്ടോ, കാലുകൊണ്ട് ചവിട്ടി നിൽക്കുക. വള്ളം ഇവിടെ മണലാണ്, ആ മണ്ണും മുരിങ്ങയൊക്കെയാണ്. അപ്പോൾ ഇത് പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. അതുപോലെ തന്നെ ചീനവല. അങ്ങനെ ഇതൊരു ഭൂമിയിലെ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചൊരു സ്വർഗം പോലെ തോന്നിക്കുന്ന, ഭയങ്കര ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക്. അതെ, പ്രകൃതിക്ഷോഭങ്ങളും നല്ല കണ്ടൽക്കാടുകളും ചുറ്റും കണ്ടൽ കോട്ടയാണ്. അതിനുള്ളിലാണ് ഈ വീടുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർ എല്ലാവരും വള്ളത്തിൽ ആണ്. അവർക്ക് സ്വന്തമായി വള്ളമുണ്ട്. അവർ സ്വന്തമായി കായലിൽ പണി ചെയ്ത് ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ ടൂറിസത്തിൻ്റെ കണ്ണ് ഇവിടെ പതിഞ്ഞിട്ടില്ല. ഇത് മണലാണ്. വേണ്ട, വള്ളം നീങ്ങാത്തണ്ടല്ലേ, അത് മണലിൽ ഉറച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഈ സാമ്പ്രാണിക്കോടിയിൽ പോയി ആളുകൾ തെള്ളുന്നതിന് പകരം ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നാൽ ഇത് ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇത് കൊല്ലത്ത് നിന്നും കൊല്ലം ടൗണിൽ നിന്നും 12 കിലോമീറ്റർ ദൂരത്തിൽ ശക്തികുളങ്ങര നീണ്ടകര പാലം കഴിഞ്ഞ് ദളവാപുരം പള്ളിക്കോടി തെക്കുംഭാഗം പാലത്തിലൂടെ വന്നാൽ പുളിമുട്ടിക്കടവിൽ വന്നാൽ ഈ തുരുത്തിലേക്ക് വരാം. ഈ തുരുത്ത് ആണ്. ഇവിടെ വെള്ളം കുറവാണ്, പക്ഷേ എന്നാലും ഒഴുക്കുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവിടെ വള്ളം ഉറച്ചിരിക്കുക. നമ്മുടെ വള്ളം ഉറച്ചിരിക്കുക. ചവിട്ടി ഇവിടുത്തെ ഓതറൈസ്ഡ് സർക്കാർ പഞ്ചായത്ത് കടത്തുകാരനാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് തോമസ്. പഞ്ചായത്ത് കടത്തുകാരനാണ്. തോമസിന് പറയുന്നത് ഇവിടെ മണ്ണിൽ ഉറച്ചിരിക്കുകയാണ്. വള്ളം തള്ളി നീക്കുക. വള്ളം തള്ളി ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നനഞ്ഞോണ്ട്, ഇച്ചിരി പാൻറ് നനഞ്ഞോണ്ട് അദ്ദേഹം ഇറങ്ങിയാണ്. രണ്ടുപേരും ആണോ? കാല് പൊളന്നു പോകും അല്ലേ? മുരിങ്ങയുണ്ട്. മുരിങ്ങ യഥാർത്ഥത്തിൽ ഈ മുരിങ്ങ എന്ന് പറഞ്ഞാൽ ഓയിസ്റ്റർ. ഇത് വളരെ അമൂല്യമായ ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ അഷ്ടമുടി കായലിലെ മുരിങ്ങ എന്ന് പറയുന്നത്. വളരെ രണ്ടുപേരും കൂടെ തള്ളിയ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് ഇപ്പം നടക്കുന്നത്. ആണ്ട മണ്ണിലുറച്ച് ആണല്ലേ? ഇനി കയറാം അറിയത്തില്ലേ? മുരിങ്ങ യഥാർത്ഥത്തിൽ മുരിങ്ങ എടുക്കുന്നവര് വേറെ ഒരുപാട് സ്ഥലത്ത് പോകുന്നതിൽ ഇവിടെ ഇത്രയും മുരിങ്ങ ഉണ്ടെന്നുള്ള ഇവർക്ക് പോലും അറിയത്തില്ല. ചെറുപ്പം എന്നിട്ട് ഇത് മൂവ് ചെയ്യും ഇല്ലല്ലോ, ഇവിടെ തന്നെ വലുതാവും. നമ്മളെ ഒരു മുരിങ്ങയുടെ അതുപോലെ തന്നെ ചെളിയുടെ പുറത്ത് ഉറച്ചിരിക്കുക. കണ്ടോ, വെള്ളം ഉറച്ചിരിക്കുക. രണ്ടുപേരും തെള്ളുക. ഇപ്പം ഇച്ചിരി ഇറങ്ങി അല്ലേ? ചെരുപ്പിടാൻ വയ്യേ? പോവല്ലേ? കാല് ഈ മുരിങ്ങയിൽ തട്ടിയ കാല് മുറിയുന്നുള്ള അതാണ് എൻ്റെ ഒരു കാല് മാറ്റട്ടെ. ഞാൻ ഒരെണ്ണം മാറ്റി കാല്, അതാ എനിക്ക് ഫ്രീ ആയത്. മുരിങ്ങ എത്രയും
കാല് മാറ്റി ചരിക്കാതെ നട്ട ഇറക്കിനാ അങ്ങോട്ട് വന്നോ കാലിളക്ക് അതെ അതെ ഒരു നാക്കിൽ ചവിട്ടണം. രാവിലെ വെള്ളം പോകുന്നില്ല. ഇപ്പം നമ്മൾ വള്ളത്തിൽ കൂടെ തുഴഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥയായി. വെള്ളം തള്ളി മണ്ണിൽ കൂടെ തള്ളുക കായലിനകത്ത്, കണ്ടില്ലേ? മുറിഞ്ഞ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. നീ വളർത്തി കയറി, ഞാൻ നീ വളർത്തി കയറി, നീ വളർത്തി കയറി. മുറിഞ്ഞ കുറച്ച് മുറിയുമല്ലേ? കാല് പൊക്കിയേ, വെള്ളത്തിൽ പോയി. മുറിഞ്ഞില്ല ചെളിയാ. അത് കുഴപ്പമില്ല, ചെളി അങ്ങനെ ഇരിക്കും. അല്ല അത് പിന്നെ ഇപ്പം ആൾക്കാർ വന്നാൽ ഈ സ്ഥലത്ത് ഇറങ്ങി നിൽക്കാൻ പാടായിരിക്കുമല്ലോ, മുരിങ്ങയുള്ളതുകൊണ്ട്. അത് അല്ലാത്ത സ്ഥലമുണ്ടല്ലേ? അവിടെ ഇരുന്നു. ഇവിടെ ഇച്ചിരി ചെളിയുള്ള അല്ലേ? സന്ധ്യ വീണത് പക്ഷികളെല്ലാം നിറയെ പക്ഷികളാണ്. ഇതിനകത്ത് വന്ന് നിറഞ്ഞ് കണ്ടല്ലേ? വീടുകളിലെ ലൈറ്റുകൾ തെളിഞ്ഞ് അത് തുരുത്താണ്. അതെ, അത് അഷ്ടമുടി. ഒരു വലിയ പ്രയാസമായ ഒരു പരിപാടിയായിപ്പോയി അല്ലേ? വെള്ളം ഉറച്ചത് മാറിയോ? ഓ, പക്ഷികളെല്ലാം ഈ തുരുത്തില് പരുത്തും. നമ്മൾ ആ ഉറച്ച മണ്ണിൽ നിന്ന് പതുക്കെ മോശമായിട്ട് മാറ്റി അതിങ്ങനെ നമ്മൾ പതുക്കെ കായലിലേക്ക് വന്ന് മണലുള്ള ഭാഗങ്ങൾ മാറി. അപ്പോൾ ഇത് ടൂറിസത്തിൻ്റെ കണ്ണിൽ പെടേണ്ട വളരെ അതിമനോഹരമായ ഒരു പ്ലേസാണ് ഇത്. സാമ്പ്രാണിക്കോടിയിൽ നിന്ന് ഏണ്ട 1 കിലോമീറ്റർ ഈ അഷ്ടമുടിക്കായലിൽ 15 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. സ്പീഡ് ബോട്ടിലാണ്, അത്രയും തന്നെ ഇല്ല, 10 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. ഇവിടുത്തെ പ്രഭാതവും അതുപോലെ തന്നെ അസ്തമയവും ഒക്കെ, അതുപോലെ തന്നെ മധ്യാഹ്നവും ഒക്കെ, അതിലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ, ഭാവങ്ങളൊക്കെ അതുപോലെ കാണുവാനും ആസ്വദിക്കുവാനും കുറേ നേരം മനുഷ്യർക്ക് വളരെ സ്വച്ഛന്തമായിരിക്കാനും ഒക്കെ പറ്റുന്ന, രാത്രിയിലെ കിളികളുടെയും അതുപോലെ തന്നെ ഇവിടെ ടൂറിസം മഹേന്ദ്രയുടെ റിസോർട്ടുണ്ട്. അങ്ങനെ അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് ഇവിടെ. പലതരം ഈ ചീനവലകളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇവിടുത്തെ അമ്പലങ്ങളിൽ നിന്നുള്ള രാത്രി ആയിക്കഴിഞ്ഞാൽ ആ ഉത്സവത്തിൻ്റെ അതാണ് നമ്മൾ നിശബ്ദമായിട്ടിരുന്നത്. തകില് വാദ്യം അങ്ങനെ ഒരു സായാഹ്നം, ത്രിസന്ധ്യ അഷ്ടമുടിക്കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ കണ്ടോക്കാടുകളും ആ വീടുകളെല്ലാം, തുരുത്തിലെ വീടുകളിലെല്ലാം ലൈറ്റുകൾ പ്രകാശിക്കാൻ തുടങ്ങി. പക്ഷികളും എല്ലാം വന്ന് കൂടണങ്ങി. ഇവിടെ നീർനായ്ക്കൾ വരുമെന്നാണ് പറയുന്നത്. അത് ക്യാമ്പ് ചെയ്യുന്ന, അത് താമസിക്കുന്ന അതിൻ്റെ സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അത് മത്സ്യം പിടിക്കാനും അങ്ങനെ വരും. അങ്ങനെ ഉണ്ട്. അതാണ്ടില്ലേ പലതരം വീടുകളാണ്, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുണ്ട്. ഇവിടെയൊക്കെ വന്നാൽ ഒരു ഹോം സ്റ്റേക്ക് ഉള്ള സംവിധാനം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് സുഖകരമായിട്ട്
ഒരു ദിവസം ഇവിടുത്തെ തനത് വിഭവങ്ങൾ കക്കയും അതുപോലെ തന്നെ മുരിങ്ങയും കൊഞ്ചും ഞണ്ടും ഇവിടെ ഒരുപാട് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. വേണ്ട വീടുകളാണ്. ഇവിടെ പള്ളിയുണ്ടോ അതിനകത്ത്? ഇവിടെ ഒരു കുരിശടിയുണ്ട്, കണ്ടില്ലേ? പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. സെൻറ്റ് സെബാസ്റ്റ്യൻ ഐലൻഡിലെ കുരിശടിയാണ്. കണ്ട 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 അതിമനോഹരമായ പ്രകൃതിയുടെ കായൽപ്പരപ്പിൻ്റെ വശ്യമായ സൗന്ദര്യം നമ്മൾ കണ്ടിരിക്കേണ്ട കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികൾ ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഭൂമിക കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു ടൂറിസം ഭൂപടത്തിലേക്ക് ഈ സ്ഥലം എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ മറുകരയാണ്. ഇവിടുന്ന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈപ്പാസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ പാലം, അതായത് മുക്കാട്ട് ഇപ്പോൾ ഒരു പാലം ചെയ്തിട്ടുണ്ട്. ആ പാലത്തിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പുളിമുട്ടിക്കടയിൽ നിന്ന് ഒരു പാലം ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കരുനാഗപ്പള്ളി ഓച്ചർ ഭാഗത്തു നിന്ന് വരുന്ന ബൈപ്പാസിന് തൊട്ട് പാരലായിട്ട് ഇപ്പുറത്ത് ഒരു വേ ഉണ്ടാകും. അതായത് ചാമ്പക്കടവ് തൊട്ടൊരു പാലമുണ്ട്. ചാമ്പക്കടവിൽ നിന്ന് നേരെ തെക്കോട്ട് വന്നാൽ പുളിമുട്ടിക്കടവ് വരുന്നു. പുളിമുട്ടിക്കടവ് നേരെ മുക്കാട്ടുകടവില് ഇപ്പൊ ഒരു പാലം പണി തീർത്തിട്ടുണ്ട്. അതിലോട്ട് കണക്ട് ചെയ്താൽ മതി അങ്ങോട്ട്. അപ്പം നമുക്ക് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ശാസ്താംകോട്ടയൊന്നും പോണ്ട, കൊട്ടാരക്കര വഴി പോണ്ട. വളരെ എളുപ്പം. ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ ചാമ്പക്കടവ് പാലം പണ്ടേ ചെയ്തിട്ടിരിക്കുന്ന വേവസായന്റെ കാലത്തെ ചെയ്തിട്ടേക്കുന്ന പാലമാണ്. ആ പാലം എന്ന് പറഞ്ഞാൽ അതുവഴി അങ്ങ് ഓച്ചറ വരെ ചെന്ന് കയറും. ആ ഓച്ചറ ഭാഗം വരെ ചെല്ലുമ്പോഴത്തേക്ക് ആ NH 66 MC റോഡിന് മധ്യത്തിലായിട്ട് വരുന്ന ഇതായിരിക്കും ഈ റൂട്ട്. അതൊരു വികസന സാധ്യത അങ്ങേയറ്റുള്ളതാണ്. ആ ഒരു പാലം, ചാമ്പക്കടവ് പാലം നമ്മുടെ മുക്കാട് വരെ ഉള്ള തുരുത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് ചെല്ലാം. ബൈപ്പാസിലേക്ക് കയറും. NH ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, നീണ്ടകര പാലത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ വണ്ടികളെല്ലാം കൊട്ടാരക്കര വഴി പോകുന്നത് ഒഴിവാക്കി വളരെ സുഗമമായിട്ട് പോകാൻ കഴിയുമെന്നാണ് ശ്രീ യോഹന്നാൻ പറയുന്നത്. ഇതാണ് അവരുടെ ഒരു സായാഹ്നം തുടങ്ങി. സന്ധ്യാവന്ദനവും പ്രാർത്ഥനയും ഒക്കെ അവർ ആ ഒരു ദിവസത്തിൻ്റെ ഒരു പകലറുതി കഴിഞ്ഞ അവർ വീടുകളിൽ എല്ലാ വീടുകളിലും ലൈറ്റുകൾ തെളിഞ്ഞു. ഏതാണ്ട് 20-22 വീടുകളുണ്ട്. തോമസേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഈ തുരുത്തിനെ വലം വെച്ച് നമ്മളിങ്ങനെ സഞ്ചരിച്ച് വന്നതാണ്. അപ്പോൾ തോമസേട്ടൻ്റെ വീടാണ് അവിടെയൊക്കെ വേണമെന്ന് കയറിട്ടോ. നമുക്ക് അവിടെ തോമസേട്ടൻ്റെ വീടൊന്ന് കാണാം. അവിടെ കയറിയിട്ട് പോകാം. പിള്ളേർ അവിടെ എപ്പോഴും പന്ത് കളി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിലെ പിന്നെ ദേശീയ ജലപാതയല്ലേ ഇത്? അത് ഇതിലെയാണ്, അപ്പുറത്തൂടെ. ഇപ്പൊ അങ്ങനെ ബോട്ടുണ്ടോ? ബോട്ട് സർവീസ് ഒന്നും നടക്കുന്നില്ല. നേരത്തെ മുൻകാലത്ത് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. പാവുമ്പയിൽ നിന്നും കൊല്ലത്തുനിന്നുള്ള ബോട്ട് സർവീസ് എല്ലാം ചവറ വഴി ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഇതുവഴിയില്ലേ? അതെല്ലാം എന്താ ഇപ്പോ സർവീസ് ഒന്നും നടക്കുന്നില്ലല്ലോ. അതൊക്കെ നിലച്ചത് നമ്മുടെ ടൂറിസത്തിന്റെ ഒരു വലിയ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ തോമസേട്ടൻ്റെ വീട്ടിലേക്ക് അടുത്തു. ഇതാണ് അത് ഒഫീഷ്യൽ കടവ്. ആ കടത്തുകാരൻ നമ്മളിവിടെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ അടുപ്പിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ വീടാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഒരു ഉണ്ടല്ലേ എല്ലാ കാര്യങ്ങളും, വാട്ടർ കണക്ഷൻ എല്ലാം തിരക്കുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ആകെ വീടുകൾ കുറവാണെങ്കിലും ഒത്തിരി ഉണ്ടായിരുന്നാണ്. തോമസേട്ടൻ നമ്മൾ കടവിലടുത്ത് ഇവിടെ അടുക്കുന്ന ഒരു ജെട്ടിയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വരാനും എല്ലാം സാധ്യമാകും. ഇല്ലല്ലേ?